നമുക്ക് സയൻസും മിത്തും തമ്മിലുള്ള ബന്ധം ത്തിനെക്കുറിച്ച് സംസാരിക്കാം. പൊതുവെ പറഞ്ഞാൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്നാണ്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് കൃത്യമായ നിർവചനങ്ങളും തെളിവുകളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഇതര ഡാറ്റകളും കൂടെ ചേർന്ന ഒരു അറിവിൻ്റെ കൂട്ടത്തിനാണ് സയൻസ് എന്ന് പറയുന്നത്. അത് പുതിയ തെളിവുണ്ടാകുന്നതനുസരിച്ച് ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ തെളിവുകൾ വരുന്നതോടൊപ്പം തന്നെ നമുക്കിന്ന് മനസ്സിലാകാത്ത പുതിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾച്ചേർക്കും. അങ്ങനെ അത് സ്വയം വികസിക്കുന്ന ഒരു ചിന്താരീതി അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ ഒരു സഞ്ചയമാണ് സയൻസ് എന്ന് പറയുന്നത്. മിത്താണെങ്കിൽ അങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല. മിത്ത് എന്തെങ്കിലും കാര്യം സമൂഹത്തിനോട് പറയാൻ വേണ്ടി പണ്ട് ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു പൊതു ബോധത്തിൽ വന്നുപെട്ടിരിക്കുന്ന കുറേ അറിവുകളിലാണ് മിത്തെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സമാനമായ ധാരണകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരേ മിത്തിനെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വായനകൾ ഏത് സമൂഹത്തിലും നിലനിൽക്കും. മിത്തുകൾ അങ്ങനെയാണ്. സയൻസിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സയൻസിലൊരു കാര്യം, അപ്പോൾ ചൂട് അതിനെ നിർവചിക്കാൻ പറഞ്ഞാൽ ലോകത്തെമ്പാടുള്ള ആൾക്കാരൊക്കെ ചൂടിനെ നിർവചിക്കുന്നത്, ഹീറ്റിനെ നിർവചിക്കുന്നത്, ടെമ്പറേച്ചറിനെ നിർവചിക്കുന്നത് ഒരേപോലെ ഇരിക്കും. മിത്തിനെ നിർവചിക്കുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം മാവേലിയെ പറ്റി പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാർ നമുക്ക് ഓണമുണ്ട്, പക്ഷെ ഓണമില്ലാത്ത ഇടങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലും. ഇപ്പം മാവേലിയെ പറ്റിയുള്ള മിത്ത് കേരളത്തിൽ പറയുന്നതും കേരളത്തിൽ തിരുവനന്തപുരത്ത് പറയുന്നതും കാസർഗോഡ് പറയുന്നതും മധ്യപ്രദേശ് പറയുന്നതും ആസാമിൽ പറയുന്നതിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. പലരും അത് ഗൗരവമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ മിത്തിന് അങ്ങനത്തെ ഒരു യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഇല്ല, യൂണിവേഴ്സാലിറ്റിയും ഇല്ല, സർവ്വലൗകികത എന്ന് പറയുന്ന അങ്ങനത്തെ പ്രത്യേകതകൾ മിത്തിനുണ്ടാവില്ല. പക്ഷെ എന്നാലും മിത്ത് പല രീതിയിലും ഓരോ സമൂഹത്തിലും ഓരോ തലമുറയായിട്ട് കൈമാറുന്ന ഒരു സാധനമാണ്, അറിവാണ്. ആ അറിവ് നമ്മെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന രീതിയാണ് മിത്തുകളുള്ളത്. പക്ഷേ ഈ നമ്മൾ സയൻസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ പൊതുവെ മിത്തുകളെ തള്ളിക്കളയും. കാര്യം അതിൻ്റെ അകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടും അതിനിപ്പം നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം അതിനകത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് സയൻസ് പൊതുവെ പറഞ്ഞാൽ മിത്തുകളെ തള്ളിക്കളയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതല്ല മിത്ത്. ചില മിത്തുകളൊക്കെ സയൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. സയൻസിന് മുമ്പോട്ട് പോകാനും സയൻസിന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വികാസം പ്രാപിക്കാനുള്ള കഴിവ് ചില മിത്തുകൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട മിത്ത് എന്ന് പറയുന്നത്, പണ്ട് ഇംഗ്ലണ്ടിലൊരു വലിയ രസമുള്ള മിത്തുണ്ടായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ട് വെച്ചാൽ റൂറൽ ഇംഗ്ലണ്ട്, 15-ാം നൂറ്റാണ്ട് നമ്മൾ കൊളോണൈസേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഇംഗ്ലണ്ടിന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ മാതിരി തന്നെ ദാരിദ്ര്യമുള്ള രാജ്യമായിരുന്നു. അവിടുത്തെ യുവതികൾ പലപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് കൃഷി, പിന്നെ ഈ പശുവിനെ മേയ്ക്കുക, ആട് മേയ്ക്കുക, അങ്ങനെയുള്ള ജീവിതമായിട്ട് ജീവിക്കും. അപ്പോൾ പശുവിനെ കറക്കാൻ പോകുന്ന യുവതികളായിരുന്നു. മിൽക്ക് മെയ്ഡുകളുണ്ടായിരുന്നു, പാല് കറക്കുന്ന. അവരുടെ ജോലി പാല് കറക്കുന്നതാണ്. ക്രമേണ ആൾക്കാരുടെ ഇടയിൽ മനസ്സിലായി ഈ മിൽക്ക് മെയ്ഡുകളുടെ തൊലി ഭയങ്കര സ്മൂത്തായിരിക്കും, മാർദ്ദവമുള്ളതായിരിക്കും, അവർക്ക് സുന്ദരമായ മുഖങ്ങളുണ്ട് എന്നുള്ള സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് മിൽക്ക് മെയ്ഡുകളെ കണ്ടിരുന്നു. അതിന് കാരണം അക്കാലത്ത് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വ്യാപിച്ചിരുന്ന രോഗങ്ങളിൽ ഒന്ന് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയായിരുന്നു. മിൽക്ക് മെയ്ഡുകൾക്ക് വസൂരി വരില്ല. അപ്പോൾ ഇതൊരു മിത്തായിട്ട് രൂപം കൊണ്ടു. ഏതോ കാലഘട്ടത്തിൽ മിത്തായിട്ട് രൂപം കൊണ്ടുകയും മിൽക്ക് മെയ്ഡുകളുടെ സൗന്ദര്യത്തിനെ പ്രകീർത്തിക്കുന്ന കുറേ പാട്ടുകൾ, നാടൻ പാട്ടുകളൊക്കെ ഉണ്ടായി. ഫോക്ലോർ എന്നൊക്കെ പറയുന്നത് നാടോടി ഗാനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് പല നാടോടി ഗാനങ്ങളിലും ഈ പശുക്കളെ കറക്കാൻ പോകുന്ന യുവതികളുടെ സൗന്ദര്യത്തിനെ പറ്റി അതിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ എഡ്വേർഡ് ജെന്നർ എന്നുള്ള ഒരു ഡോക്ടർ, ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഇത് ശ്രദ്ധിക്കുകയും അയാൾ തന്നെ മനസ്സിലാക്കി ഈ പശുവിനെ കറക്കാൻ പോകുന്ന യുവതികൾ ചെറുപ്പക്കാരാണ് അവരെല്ലാം, അവർക്കൊന്നും സ്മോൾ പോക്സ് വരുന്നില്ലെന്നും അവരുടെ മുഖത്തിന് തൊലിയുടെ ഗുണത അത് വളരെ നന്നായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി.
അതാണ് അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു കാര്യം മനസ്സിൽ കത്തി. ഈ പാല് കറക്കാൻ പോകുന്ന യുവതികൾക്കൊക്കെ ഈ ഗോവസൂരി എന്നുള്ള രോഗം വരും. ഗോവസൂരി വളരെ നിസ്സാരമുള്ള രോഗമാണ്. കയ്യിൽ മാത്രമൊക്കെ ചെറിയ കുമിളകളൊക്കെ വന്നിട്ട് ഏതാനും ദിവസത്തെ ചെറിയ ചില്ലറ അസുഖമായിട്ട് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷേ അവർക്ക് സ്മോൾ പോക്സ് വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കിയത്. അപ്പോൾ സ്മോൾ പോക്സിൻ്റെ ഈ ഗോവസൂരിയുടെ അതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ എടുത്തിട്ട് അത് സ്മോൾ പോക്സ് വരുന്ന സമയത്ത് കുറേ ആളുകളിൽ കുത്തിവെച്ച് നോക്കുകയും അവർക്ക് വരുന്നില്ല എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ഈ ലോകത്താദ്യമായിട്ട് രോഗങ്ങളെ തടയാനായിട്ടുള്ളൊരു മാർഗം എന്നുള്ള രീതിയിൽ എഡ്വേർഡ് ജെന്നറിന് സാധിച്ചത്. അപ്പോൾ ഇതൊരു വലിയ മുന്നേറ്റമാണ്. അതൊരു പുരാവൃത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു മിത്തിൽ നിന്നും ഉണ്ടായതാണ്. മിത്താണെന്ന് നമ്മൾ ധരിച്ചിരുന്നതിൻ്റെ അതിനകത്തുണ്ടായിരുന്ന ചെറിയൊരു അറിവ് ഇദ്ദേഹത്തിന് വികസിപ്പിച്ചു. മറ്റാർക്കുള്ളതും ചെയ്യാമായിരുന്നു, പക്ഷേ ജെന്നറിനെ സാധിച്ചുള്ളൂ. ജെന്നർ അതിനെ വാക്സിൻ എന്ന് പേരിട്ടു. വാക്സിൻ എന്നുള്ള വാക്ക് തന്നെ പശു എന്നാണ് അർത്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. അപ്പോൾ അങ്ങനെ പശുവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ എല്ലാ വാക്സിനുകളും ഈ ഏതെങ്കിലും രീതിയിൽ പശുവുമായിട്ട്, ഈ വാക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പശുക്കളിൽ നിന്നൊരു ബന്ധം അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മിത്തുകളും സയൻസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു രസമുള്ളൊരു കഥയും കൂടെ പറയാം. എല്ലാ കാലത്തും ലോകമെമ്പാടും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് സ്നേഹം, ചിന്ത, സഹാനുഭൂതി, പ്രണയം, ഇതെല്ലാം ഉണ്ടാകുന്ന ഹൃദയത്തിൽ നിന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. ലോകമെമ്പാടും വിശ്വസിച്ചിരുന്നു. ഇപ്പോഴും ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഈ വക കാര്യങ്ങളെ പരാമർശിക്കുന്ന എല്ലാ വാക്കുകളും ഹൃദയവുമായിട്ട് ബന്ധമാണ്. ഹൃദയാവർജവം, ഹൃദയഭേദകമായ വാർത്ത, ഹൃദയം പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്നു, ഹൃദയം പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട്, ദുഃഖമായിട്ട്, സംഘർഷമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഹൃദയം തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ്. ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഹൃദയമാണ് ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വിചാരിക്കുന്നത്. മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിന്തയിരിക്കുന്നത് എന്നുള്ളത് വളരെ അടുത്ത കാലത്ത് അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹൃദയം, ആ രീതിയിലാണ് ഹൃദയം ആകാനായിട്ടൊരു കാരണം അന്ന് ഹൃദയമിടിപ്പൊക്കെ എല്ലാവർക്കും അറിയാം. ആൾക്കാർക്കൊക്കെ അറിയാം ഹൃദയം ഇങ്ങനെ തന്നെത്താൻ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണെന്നും മരിക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ചലനം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ചെറിയ ശബ്ദമുണ്ടല്ലോ, അതിലോലമായ ശബ്ദമാണ്, അത് നിലച്ചു പോകുമെന്നും ആൾക്കാർക്ക് അത്ര അറിവുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഹൃദയത്തിനെക്കുറിച്ചുള്ള അപാരമായ മിത്തുകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അതിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അയർലൻഡിലെ ഒരു വിസ്കൗണ്ട് ഓഫ് മൺഗോമറി എന്നൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഒരു വല്ലാത്ത പുത്രൻ ചെറുപ്പക്കാരനാണ്, 17-18 വയസ്സേ ഉള്ളൂ. അയാൾ കുതിരപ്പുറത്തുനിന്ന് മറിഞ്ഞു വീഴുകയും ഒരു കൂർത്ത കല്ലയുടെ നെഞ്ചിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ അസ്ഥികളൊക്കെ പൊട്ടി, നെഞ്ചിൽ വാരിയലുകൾ പൊട്ടുകയും അത് പക്ഷേ അയാൾക്ക് ഒരുപാട് നാൾ വന്ന് ആൻറ്റിബയോട്ടിക്കുകളൊന്നും ഇല്ലല്ലോ. ഇത് 1640 കാര്യമാണ് ഞാൻ പറയുന്നത്, 1600-കളിൽ. അക്കാലത്ത് വ്രണമുണ്ടായി. വ്രണം ഒരുപാട് നാളെടുത്തിട്ട് ഒരു വർഷമൊക്കെ എടുത്തിട്ട് അത് കരിഞ്ഞു അദ്ദേഹത്തിന്. അങ്ങനെ അയാൾ ജീവിച്ചു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ നടുക്കായിട്ട് ഒരു ദ്വാരം ഉണ്ടായി. ഈ ദ്വാരത്തിൽ കൂടെ അയാളുടെ ഹൃദയം കാണാൻ പറ്റും ആ രീതിയിൽ. അപ്പോൾ ഈ ഹൃദയത്തിനെ കാണിക്കുക. അപ്പോൾ ഇതൊരു വലിയ അത്ഭുതമായിരുന്നു. ഒരുപാട് പേര് ഈ വിസ്കൗണ്ട് ഓഫ് മൺഗോമറിയുടെ മകനെ കാണാനായിട്ട് വന്നു. അയാളുടെ ഹൃദയം നേരിട്ട് കാണാം എന്നുള്ളതുകൊണ്ടാണ്, പ്രവർത്തിക്കുന്ന ഹൃദയത്തിന് നേരിട്ട് കാണാം. അപ്പോൾ ഇയാൾ എന്താ ചോദിച്ചാൽ ഇത് കാണാൻ ഒരുപാട് പേര് വന്നപ്പോഴത്തേക്ക് ഇതൊരു ഷോ ആയിട്ട് മാറ്റി. പലയിടത്തും ഒരു ഹോൾ ബുക്ക് ചെയ്തിട്ട് ഹൃദയം കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി. ഇത് ഒരുപാട് ടൂർ കിട്ടിയേക്കും. മറ്റൊരുപാട് രാജ്യങ്ങളിലെ ആൾക്കാർ ഇയാളെ വിളിക്കുകയും യൂറോപ്യൻ പര്യടനം നടത്തി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അയാൾ തിരിച്ചു വരുന്ന വഴി ഇംഗ്ലണ്ടിൽ വരികയും ഇംഗ്ലണ്ടിൽ ചാൾസ് രാജാവിനെ കാണാനായിട്ട് ഈ യുവാവ് അവിടെ എത്തി. ചാൾസ് രാജാവിനെ കാണാനെത്തിയപ്പം ചാൾസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയും ചാൾസ് രാജാവ് ഹൃദയത്തിനെ സൂക്ഷിച്ച് നോക്കിയിട്ട് വിരലിട്ടിട്ട് ഈ ഹൃദയത്തെ തൊട്ട് നോക്കിയിട്ട് അയാളോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഹൃദയത്തിൽ തൊട്ടപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചോദിച്ചപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല, താങ്കൾ തൊട്ടതായിട്ട് പോലും എനിക്കറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതോടുകൂടിയാണ് വലിയൊരു ശാസ്ത്ര സത്യം അന്ന് തെളിയിക്കപ്പെട്ടത്. ഹൃദയത്തിന് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല, സ്പർശം പോലും ഹൃദയത്തിന് അറിയാൻ പറ്റത്തില്ലെന്നും നമ്മുടെ ഒരു വികാരവും ഹൃദയത്തിൻ്റെ അകത്തില്ല എന്നും കണ്ടെത്തിയത് ഒരു വലിയൊരു കണ്ടെത്തലാണ്. ആ ദിവസം 1641 സംഭവിച്ചതാണ്. അത് ഇമാതിരി ഒരു കാര്യം
ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷേ അതിന് രാജാധികാരത്തിൻ്റെ മുദ്രയും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് വലിയൊരു സ്വീകാര്യത ഉണ്ടായി. അപ്പോൾ ഇത് സാധ്യമാക്കിയത് ഒരു അതിഗംഭീരനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു, സർ വില്യം ഹാർവേ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനുണ്ട്. ഈ ഡോക്ടർ വില്യം ഹാർവേ ആണ് ഈ പയ്യനെ കൊണ്ടുവന്ന് കിങ് ചാൾസിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തത്. ഒരുപക്ഷെ സയൻസും മിത്തും തമ്മിലുള്ള ഒരു വലിയൊരു വഴി പിരിയുന്നത് ഇവിടെ വെച്ചൊക്കെ ആയിരിക്കാം. എന്നുവെച്ചാൽ ഇതുവരെ ഹൃദയത്തിനുണ്ടായിരുന്ന സ്ഥാനം ആ ദിവസം പോവുകയാണ്, നഷ്ടപ്പെടുകയും ഹൃദയത്തിന് സ്വന്തമായിട്ട് മറ്റൊരു ജീവിതം കൊടുക്കുക, മുമ്പോട്ട് പോകുന്നു. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലെ പല അനവധി വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾക്കൊക്കെ ഇതേമാതിരി മറ്റ് രീതിയിലുള്ള ഗുണങ്ങളാണ് ഉള്ളതെന്നും ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കഥയിൽ നിന്നും ഈ ഓരോ അവയവത്തിനും മുക്തി നേടി അതിന് സ്വന്തമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് പോകാനായിട്ട് ഈ ദിവസം അത് സാധിച്ചു. 1641 വില്യം ഹാർവേ ചെയ്ത ഈ ഒരു പരീക്ഷണം ഇതൊരു വലിയ തെളിവായിട്ട് മാറുകയും അങ്ങനെ മാറി. അപ്പോൾ ഇതിപ്പം ഇതേമാതിരി നമ്മുടെ ഏത് മിത്തുകളെയും നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ മിത്തുകളും എന്തൊക്കെയോ രീതിയിലുള്ള അറിവുകൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ അത് സയൻസ് നിർദ്ദേശിക്കുന്ന തെളിവുകളുടെ രീതിയിലോ അതിൻ്റെ രീതിയിലുള്ള പരീക്ഷണങ്ങളോ അത് സയൻസിൻ്റെ മാറി വരുന്ന ചിന്താരീതി അനുസരിച്ചുള്ള മാറ്റങ്ങളോ മിത്തുകൾക്കുണ്ടാകത്തില്ല. ഇന്നും നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചെങ്കിലും ഇന്നും നമ്മൾ പ്രണയത്തിനെക്കുറിച്ചും നമ്മുടെ ദേഷ്യത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നഷ്ടത്തിനെപ്പറ്റി ദുഃഖത്തിനെപ്പറ്റി പറയാൻ ഹൃദയം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ട് നമ്മൾ മാറിയിട്ടില്ല. സയൻസ് അങ്ങനെ അല്ലെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ഭാഷാപരമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ മിത്ത് എന്തുകൊണ്ടാണ്? അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ കണ്ടെത്താം? മിത്ത് എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, മിത്ത് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഒരു ചിന്താരീതി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ രീതിയാണ്, ബിലീഫ് സിസ്റ്റം എന്ന് പറയാം. അത് മാത്രമല്ല ചില തരത്തിൽ ചില ചരിത്രങ്ങളെ മറച്ചു വയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് മിത്തുകൾ. അപ്പോൾ ഒരുപാട് തരം മിത്തുകൾ ചരിത്രം മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഈ ചില ദാർശനിക തത്വങ്ങളും മിത്തിൻ്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കും. അപ്പം ഓരോ കാലഘട്ടത്തിൽ നിയമങ്ങളും വായനയും ഒന്നില്ലാത്തിരുന്ന കാലത്ത് ചില മൊറാലിറ്റിയെക്കുറിച്ച് സങ്കല്പങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ എന്ത് രീതിയിൽ ജീവിക്കണം എന്നുള്ള നമ്മൾ ആചരിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു വയ്ക്കാനായിട്ട് ഈ മിത്തുകൾ കൊണ്ടാണ് സാറിന് ആൾക്കാർ ഒക്കെ പരിചയപ്പെടുത്തുന്നത്. കാരണം സാക്ഷരത അങ്ങനെയൊന്നും ഇല്ലല്ലോ, വായിക്കാനില്ല, പ്രിൻറ്റിങ് കണ്ടുപിടിച്ചിട്ടില്ല. ആ കാലത്ത് ഇങ്ങനെയൊക്കെ വരും. പല മിത്തുകളും നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകോട്ട് പോവുകയാണെങ്കിൽ വളരെ കാലത്ത് പോകുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയാണ്. ഒരു മിത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു മിത്തുണ്ട്, മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടൊരു മിത്തെടുക്കാം. അത് നൃഗൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. നൃഗമോക്ഷം എന്നുള്ള ഒരു കഥ ഓർക്കുന്നവർക്കറിയാം. നൃഗൻ എന്നൊരു രാജാവ്, അദ്ദേഹം വളരെ ദാനശീലനായിരുന്നു. ഒരു ദിവസം കുറേ ബ്രാഹ്മണരെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം പശുക്കളെ ദാനം ചെയ്തു. ഇങ്ങനെ ഓരോ ബ്രാഹ്മണനും ഓരോ പശുവിനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളിന് കിട്ടിയ പശു പതുക്കെ തിരിച്ച് ഈ രാജാവിൻ്റെ പശുവിനെ നിർത്തിയിരിക്കുന്ന ഗോശാലയിലേക്ക് തിരിച്ചു വന്നു. രാജാവ് ഇതറിയാതെ ഇതേ പശുവിനെ മറ്റൊരാളിന് ദാനം ചെയ്തു. അപ്പോൾ അതിന് വലിയ വഴക്കായി. ദാനം ചെയ്തത് തിരിച്ച് വേണമെന്ന് ആദ്യത്തെ ആളും, എനിക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കത്തില്ലെന്ന് രണ്ടാമത്തെ ആളും വഴക്കുണ്ടാക്കുകയും ചെയ്തു. അത് വഴക്കുണ്ടാക്കി രാജാവിന് എന്ത് രീതി ചെയ്തിട്ടും ആ സംഘർഷം തീർക്കാൻ പറ്റുന്നില്ല. അവസാനം രാജാവ് ശപിക്കപ്പെട്ടു. ഈ ബ്രാഹ്മണൻ രണ്ടാമത് നഷ്ടപ്പെട്ട ആൾ ശപിച്ചു. രാജാവിൻ്റെ വാക്ക് മാറിയതിന്, ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റാതായതിന് നിങ്ങൾ 1000 കൊല്ലം ഒരു കിണറിൽ ഒരു ഓന്തായിട്ട് ജീവിക്കട്ടെ എന്നായിരുന്നു ശാപം. അപ്പോൾ രാജാവ് ഓന്തായിട്ട് ജീവിച്ചു. അതിനുശേഷം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ വരുമ്പോഴത്തേക്ക് ഓന്ത് രക്ഷപ്പെട്ട് വീണ്ടും നൃഗനായിട്ട് മാറാം എന്ന് ശാപമോക്ഷം കിട്ടി. അത് അത്രയാണ് മിത്ത്. നമുക്ക് ഈ മിത്തൊന്ന് നോക്കുകയാണെങ്കിൽ 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഓന്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും ശ്രീകൃഷ്ണനാകുമ്പോഴുള്ള പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾക്ക് ശാപമോക്ഷം കിട്ടുമ്പോൾ അയാൾക്ക് തിരിച്ച് രാജ്യം കിട്ടുമോ? ആ ശാപമോക്ഷം കിട്ടുന്ന ദിവസം അയാൾക്ക് 1021 വയസ്സാകുമോ? അയാളുടെ കൊട്ടാരം തിരിച്ചു കിട്ടുമോ? അയാളുടെ രാജ്ഞിമാരും അയാളുടെ കൊട്ടാരത്തിലെ ബാക്കിയുള്ളവരും എല്ലാവരും അതേപോലെ ഇരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുമാതിരി ഒരു ഓന്തിന് 1000 കൊല്ലം ഒരു കിണറിൻ്റെ അകത്ത് ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ ആവാസ വ്യവസ്ഥ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഇമ്മാതിരി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചോദ്യങ്ങളൊക്കെ സയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മിത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളില്ല. ഒരു ചോദ്യങ്ങളും ഇല്ലാത്ത ഒരു തരം ഒരു ഫേബിൾ അല്ലെങ്കിൽ ഒരു കഥ ആണ് മിത്തെന്ന് പറയുന്നത്. മിത്തിൻ്റെ അത് റാഷണലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം മിത്ത് ഇല്ലാതാകും. പക്ഷേ എന്നാലും
മിത്ത് എന്തോ രീതിയിലുള്ള ഒരു മൊറാലിറ്റിയെ പഠിപ്പിക്കുന്നു. ഒരാൾ വാക്ക് കൊടുത്താൽ അത് മാറാൻ പറ്റില്ല എന്ന് ഈ എഴുതി വയ്ക്കുകയും നിയമം ഉണ്ടാകുകയും ചെയ്യുന്ന കാലഘട്ടത്തിന് മുമ്പ് ഈ വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന സമയം ഇങ്ങനത്തെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് ഉറപ്പിക്കുന്നത് വാക്കുകൾ പരിപാലിക്കുക എന്നുള്ള രീതിയാണ് എന്നുള്ള കാര്യമാണ് ഈ നൃഗമോക്ഷത്തിലെ കഥ സൂചിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. സയൻസ് അങ്ങനെയല്ല. സയൻസ് ഇതിനകത്തുള്ള മറ്റ് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സയൻസിൻ്റെ പ്രത്യേകത. ഇതേമാതിരി മിത്തുകളും സയൻസുമായിട്ട് ഒരുപാട് രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. പരസ്പരം ബന്ധമില്ലായ്മ കൊണ്ടിട്ടുണ്ട്. ബന്ധമില്ലായ്മയാണ് കൂടുതലും. മറ്റൊരു സമ്പർക്കം ഉണ്ടായ രീതി എന്ന് പറയുന്നത് ഒരു കാര്യം കോപ്പർനിക്കസിൻ്റെയാണ്. കോപ്പർനിക്കസാണ് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അന്വേഷണം തുടങ്ങിയത് കോപ്പർനിക്കസ് തൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഗലീലിയോ തൊട്ടാണ്. പക്ഷേ കോപ്പർനിക്കസ് ഒരു ഉദ്യമം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. കോപ്പർനിക്കസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡി റെവല്യൂഷൻ ഓബിസ് എന്ന് പറഞ്ഞ പുസ്തകം. നമ്മുടെ സ്പേസിൽ നമ്മുടെ ആകാശത്തിലെ ഗോളങ്ങളൊക്കെ എങ്ങനെയാണ് ചുറ്റുന്നത് എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് കോപ്പർനിക്കസ് എഴുതിയത്. ഇത് 1543 പ്രസിദ്ധീകരിച്ചു. കോപ്പർനിക്കസ് മരിക്കുന്നതിന് ഏതാനും നാളിന് മുമ്പാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടായത്. പ്രസിദ്ധീകരിച്ച പുസ്തകം പൂർണ്ണമായിട്ട് കോപ്പർനിക്കസ് വായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ കോപ്പർനിക്കസ് ഒരു പാതിരിയായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ നമുക്കറിയാം അന്നത്തെ കാലത്ത് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി ചലിക്കുന്നുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് കോപ്പർനിക്കസ് ജീവിച്ചത്. പോപ്പിന് അത്രയ്ക്കധികം അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗോളങ്ങളൊക്കെ ചുറ്റുന്നതെന്നും ഭൂമി പരന്നതാണെന്നൊക്കെ പറയാനുള്ള ശക്തി പോപ്പിനുണ്ടായിരുന്നൊരു കാലത്താണ് കോപ്പർനിക്കസിൻ്റെ പുസ്തകം എഴുതുന്നത്. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ പുസ്തകം കോപ്പർനിക്കസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആൻഡ്രിയാസ് ഓസിയാൻഡർ എന്നൊരാളിനെ ആണ് ഇത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സോ ഓസിയാൻഡറിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തെ അയക്ക് തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം അന്ന് നിലനിൽക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതാണെന്നും ഭൂമി ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്നും ബാക്കി എല്ലാ സാധനങ്ങളും ആ ഭൂമിക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതാണ്, അതിനെ തള്ളിക്കളയുന്നതാണ് കോപ്പർനിക്കസിൻ്റെ ഗ്രന്ഥം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഇതിനകത്ത് കണക്ക് ഗണിതശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ കോപ്പർനിക്കസ് ശരിയാണെന്ന് ഓസിയാൻഡറിന് മനസ്സിലായി. ഓസിയാൻഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കോപ്പർനിക്കസിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു പ്രിഫേസ് മുഖവുര എന്നുള്ള രീതിയിൽ ചെറിയൊരു പാരഗ്രാഫും കൂടെ ചേർത്തു. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരു അസ്ട്രോണമർ, ഒരു ഗവേഷകൻ ചെയ്യുന്നത് അയാളുടെ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട്, അയാളുടെ ഗണിതശാസ്ത്രത്തിലെ അപാരമായ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ കൂടി പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ കണ്ടെത്തുകയും അത് സമർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ദൈവികമായതുകൊണ്ട് ഈ കണക്കുകൾ കാണിക്കുന്നതല്ല, ശാസ്ത്രം കാണിക്കുന്നതൊന്നും ശരിയാവണമെന്നൊന്നുമില്ല. അങ്ങനെ ശരിയായില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഒരു ഗവേഷകൻ്റെ ജോലി അത് പറയുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ദൈവികമാണ്. അത് നമുക്ക് അജ്ഞാതമായിട്ട് തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ജാമ്യം എടുത്തുകൊണ്ടാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഒരുപക്ഷേ ഈ ജാമ്യത്തിൻ്റെ ഇതുള്ളതുകൊണ്ട്, മുഖവരി ഉള്ളതുകൊണ്ടാണ് ഈ പുസ്തകം വലിയ പ്രശ്നമില്ലാതെ പോയത്. അതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് കോപ്പർനിക്കസിനെ വായിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ചരിത്രം തന്നെയാണ്. കോപ്പർനിക്കസിൻ്റെ പുസ്തകത്തിന് തന്നെ വലിയൊരു ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ ആദ്യത്തെ പുസ്തകം എത്ര പേര് വായിച്ചു, എത്ര പേര് അതിന് സൈഡിൽ നോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകമുണ്ട്. അപ്പോൾ മിത്തുകളെ ചലഞ്ച് ചെയ്യുന്നത്, മിത്തുകൾ തെറ്റാണെന്ന് പറയുന്നത് പോലും ഭയങ്കര റിസ്ക്കുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ മിത്തുകളുമായിട്ട് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. മിത്തുകളെ വെല്ലുവിളിക്കുന്നത് റിസ്ക്കാണെന്നുള്ളതിന് നമുക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാമല്ലോ. പഴയ മിത്തുകൾ വെച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് തരം മിത്തുകളെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ മിത്തുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഗൗരവമുള്ള വിഷയമാണെന്നുള്ള, മിത്തിൻ്റെ വഴി തന്നെ വ്യത്യാസമാണെന്നും മിക്കവാറും ലോകത്തുള്ള എല്ലാ മിത്തുകളും തന്നെ പല കാലഘട്ടത്തിലായിട്ട് തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു മിത്താണ് തള്ളിക്കളഞ്ഞ ആളാണ് കോപ്പർനിക്കസ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് 6 books കൺസേണിങ് ദി റെവല്യൂഷൻസ് ഓഫ് ഹെവൻലി ഓർബ്സ് എന്നാണ് ബുക്കിൻ്റെ പേര്. അത് കോപ്പർനിക്കസിൻ്റെ തിയറിയാണ്.
കോപ്പർനിക്കസിൻ്റെ തിയറികളൊക്കെ തന്നെ അദ്ദേഹം പോലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ആണെന്നുള്ള മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഫോർബിഡൻ ബുക്സ് എല്ലാ കാലത്തും പോപ്പ് ലിസ്റ്റ് ഓഫ് ഫോർബിഡൻ ബുക്സ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിൻ്റെ അകത്ത് ഇത് പെടാതെ പോയി എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കിട്ടിയ വലിയൊരു ഇത് കാണും. മറ്റൊരു വലിയ മിത്തെന്ന് പറയുന്നത് വളരെ അതിശക്തമായ ഒരു മിത്തെന്ന് പറയുന്ന ഒരു മിത്തായിരുന്നു പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ലോകത്തിനെ ഭരിക്കാനായിട്ടുള്ള ഒരു അവകാശവും ലോകത്തിൻ്റെ ഭരണത്തിൻ്റെ കടിഞ്ഞാൺ കൊടുത്തിരിക്കുന്ന പുരുഷന്മാർക്കാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഹ്യൂമൻ വംശവുമായിട്ട് മനുഷ്യരുടെ വംശവുമായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള മിത്തുകളുണ്ട്. ഉദാഹരണത്തിന് വെളുത്ത ആൾക്കാരുടെ മസ്തിഷ്കം ബാക്കിയുള്ളവരുടെ മസ്തിഷ്കത്തിനേക്കാൾ കറുത്ത ആൾക്കാരോ അല്ലെങ്കിൽ ബ്രൗൺ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു നിറത്തിലുള്ള ആൾക്കാരുടെ തലച്ചോറിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ തലയോടുകൾ മരിച്ചുപോയ ആൾക്കാരുടെ തലയോട്ടുകൾ എടുക്കുകയും അതിൻ്റെ അളവ് അളവെടുത്തിട്ട് കൂടുതൽ തലയോടിൻ്റെ അകത്ത് ഉള്ള മസ്തിഷ്കം ഉണ്ടല്ലോ, തലച്ചോറെന്ന് നമ്മൾ പറയുന്ന സാധനം, അത് കൂടുതലുള്ളത് വെള്ളക്കാർക്കും വെള്ളക്കാരിൽ തന്നെ പുരുഷന്മാർക്കുമാണെന്നുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ലോകമെമ്പാടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വലിയൊരു സയൻസ് വിഷയം തന്നെയായിരുന്നു, സയൻസിൽ തന്നെയും ഉള്ള വിഷയമുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് ക്രേനിയോളജി എന്നാണ്. ക്രേനിയോളജി എന്നൊരു ശാസ്ത്ര വിഷയം തന്നെ ഒരു കാലത്തുണ്ടായി. അപ്പോൾ ഇതൊരു വലിയൊരു മിത്തിൻ്റെ പുറത്തുണ്ടായതാണ്. ഒരു മിത്താണ് അതിൻ്റെ അടിസ്ഥാനം. ഒരു മിത്ത് ഉണ്ടാക്കിയിട്ട് ആ മിത്തിനെ പിന്തുടരുന്ന ശാസ്ത്രം കണ്ടെത്താനായിട്ടുള്ള വലിയ ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പോലും അതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ മിക്കവാറും എല്ലാ ജീവജാലങ്ങളെയും ക്ലാസിഫൈ ചെയ്ത ലിന്നേഴ്സ് ഉണ്ട്. ലിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം മഹാനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് നമുക്കൊരു വലിയ ശാസ്ത്രത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും വർഗീകരിച്ച് നമ്മൾ മുമ്പിൽ ചെയ്തിരിക്കും. ഏത് ചെടിയെടുത്താലും ലിന്നേഴ്സ് തന്നിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഘടനാ രീതിയിലാണ് നമ്മളിപ്പം അതിനെയൊക്കെ വർഗീകരിക്കുന്നത്. അപ്പോൾ വലിയൊരു മഹത്തായ സാധനമാണ്. അദ്ദേഹം പോലും മനുഷ്യരിൽ 6 വ്യത്യസ്തമായിട്ടുള്ള ഉപവിഭാഗങ്ങളുണ്ടെന്നും 6 റേസ് ഉണ്ടെന്നും വംശങ്ങളുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മിത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് ഈ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും മെച്ചപ്പെട്ട മസ്തിഷ്കം ഉണ്ടെന്നും ആംഗ്ലോ സാക്സൺസാണ് ലോകത്തിനെ ഭരിക്കാനായിട്ട് കൽപ്പിതമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ 2ാം ലോകയുദ്ധം വരെ ഉണ്ടായിരുന്നു. ചർച്ചിൽ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആംഗ്ലോ സാക്സൺസാണ് ലോകം ഭരിക്കുന്നവരെന്ന് വിശ്വസിച്ചിരുന്നു. നമ്മൾ ഇന്ത്യയിൽ തന്നെ അതിപ്രശസ്തമായ ഒരു ശാസ്ത്രജ്ഞ ഉണ്ടായിരുന്നു, ആന്ത്രപ്പോളജിസ്റ്റ് ഐരാവതി കാർവേ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവർ ബെർലിനിലാണ് PhD ചെയ്യാൻ പോയത്. അപ്പോൾ അവരുടെ PhDക്കുള്ള ഗൈഡ് അവർക്ക് കൊടുത്ത വിഷയം ഇതാണ്: ഈ ആംഗ്ലോ സാക്സൺസ്, ആര്യൻസ് എന്നോ അല്ലെങ്കിൽ വെള്ളക്കാർ, ജർമ്മനിലുള്ള വെള്ളക്കാർ, അവർക്ക് ഭരിക്കാനുള്ള കഴിവുണ്ടെന്നും അവരുടെ ഈ ക്രേനിയോളജി വഴി ഈ അവരുടെ തലച്ചോറിന് മസ്തിഷ്കത്തിൻ്റെയൊക്കെ അളവ് പരിശോധിച്ചിട്ട് അത് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഗവേഷണ വിഷയം പോലും അതായിരുന്നു. പക്ഷേ ഐരാവതി കാർവേ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മാറാനായിട്ട് അവർ വ്യതിചലിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവരുടെ പഠനത്തിൽ നിന്നും ഈ പ്രൊഫസർ, അന്നത്തെ ബെർലിനിലെ ആന്ത്രപ്പോളജി എടുത്ത നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവും അതിന് ശരിയല്ല എന്നതിനാണ് അവർ പറഞ്ഞത്. അവർ തമ്മിൽ അത് കാരണം ഒരു സംഘർഷം തന്നെ ഉണ്ടായി. ഐരാവതി കാർവേയുടെ റിസർച്ച് ഗൈഡും അവരും ഐരാവതിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷേ അത് കാരണം അവർക്ക് PhD കിട്ടി. പക്ഷേ അവൻ്റെ ക്രെഡിറ്റ് വളരെ കുറച്ചാണ് അദ്ദേഹം കൊടുക്കുകയുണ്ടായത്. അപ്പം ഈ പറഞ്ഞു കൊണ്ടതെന്ന് വെച്ചാൽ മിത്തുകളുടെ ശക്തി എങ്ങനെയാണ്, മിത്തുകൾ അത്ര എളുപ്പം ഒന്നുമല്ല. അപ്പോൾ ഈ അതുമാത്രമല്ല, ഈ മിത്തുകൾക്ക് സത്യത്തിൽ ഇതേ സമയത്ത് തന്നെ കാലം പോകെ ഇമാതിരിയുള്ള പല മിത്തുകൾക്ക് എതിരായിട്ട് തെളിവുകൾ വന്നിട്ടുണ്ട്. മിത്തിൻ്റെ മറ്റൊരു ഗുണം അതാണ്. മിത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മിത്ത് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നമുക്ക് എന്ത് തെളിവുണ്ടെങ്കിലും മിത്തിൻ്റെ ശക്തി മാറത്തില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ക്രേനിയോളജിയെ പറ്റി പറഞ്ഞല്ലോ. ക്രേനിയോളജി ഒരുപാട് നാളായിട്ട് നിലനിൽക്കുന്നതാണ്. ക്രേനിയോളജിയുടെ അതൊരു മിത്താണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സയൻസിൻ്റെ രീതിയിലുള്ള ഒരു തെളിവുകളും ക്രേനിയോളജിസ്റ്റുകൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ക്രേനിയോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊളോണൈസേഷൻ മുഴുവൻ നടന്നേക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുകയും കുറേ രാജ്യങ്ങളെ അടിമകളാക്കുകയും കുറേ രാജ്യങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുകയും ഇന്ത്യയൊക്കെ പല
എവിടെയും കോളനികളായിരുന്നില്ല. ഇതൊക്കെ കോളനിവൽക്കരണം, കൊളനൈസേഷൻ എന്നുള്ള ഒക്കെ ഉണ്ടായത് ഇമാതിരിയുള്ള അനേകം മിത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് അത്രയ്ക്കധികം ശക്തിയുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കുന്ന സയൻസ് മുമ്പോട്ട് പോകുമ്പോൾ ഇത് എതിർക്കപ്പെട്ടിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പ്രധാനപ്പെട്ട ഒരു തിയറി വന്നത് ചാൾസ് ഡാർവിൻ്റെ പഠനങ്ങളിൽ നിന്നായിരുന്നു. ചാൾസ് ഡാർവിൻ്റെ 1880 വരെയുള്ള പഠനങ്ങളിൽ ഈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു ആശയം ഉണ്ടല്ലോ, അത് മുമ്പോട്ട് വന്നു. അത് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു നോക്കും. ഡാർവിൻ്റെ പരിണാമത്തിൻ്റെ പല ഘട്ടങ്ങളും, നാച്ചുറൽ സെലക്ഷൻ, സർവൈവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകും ഈ ക്രേനിയോളജി എന്നൊക്കെ പറയുന്നതെല്ലാം അതൊക്കെ അടിസ്ഥാനമില്ലാത്തതാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ ക്രേനിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ക്രേനിയോളജി വിശ്വസിക്കുന്ന ആൾക്ക് അപ്പോൾ ക്രേനിയോളജിയെക്കുറിച്ചുള്ള ധാരണകൾ പരക്കെ ഉണ്ടായിരുന്നു. അത് ആധുനിക കാലത്ത് പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള തെളിവുകൾ വന്നത് ഡാർവിൻ്റെ സിദ്ധാന്തങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ക്രേനിയോളജിയിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കത്തില്ല എന്നും ശരിയല്ലെന്നും ഡാർവിൻ്റെ സിദ്ധാന്തങ്ങൾ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലായി. ക്രേനിയോളജിസ്റ്റുകൾ അപ്പോഴും ശക്തിയായിട്ട് അവിടെ തന്നെ നിന്നിരുന്നു. പക്ഷേ എന്നാലും സയൻസ് ഇങ്ങനെ പറയുന്നത് പതുക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അതിൽ നിന്നും ക്രേനിയോളജി ഇങ്ങനത്തെ മിത്തുകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പതുക്കെ സയൻസിലേക്ക് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് മിത്തുകളും സയൻസുകളും തമ്മിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പരസ്പരം പലയിടത്തും സഹായിക്കുന്നുണ്ട്. എന്നാൽ പോലും മിത്തുകളിൽ നിന്ന് നമുക്ക് സയൻസിലേക്ക് വരാനായിട്ട് ഒരുപാട് കാലമെടുക്കും. പല മിത്തുകളെയും നമുക്ക് സയൻസിൻ്റെ സമ്മർദ്ദം കൊണ്ട് കുറേശ്ശെ മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ 1, 2, 3 തലമുറക്കാലം വേണ്ടി വരും പലപ്പോഴും ഇത് മാറിയെടുക്കാനായിട്ട്. അത്രയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് കണക്ക് ഒരുപാട് മിത്തുകളെപ്പറ്റി നമുക്കിങ്ങനെ അറിയാം. പല മിത്തുകളും ഉണ്ടായിരിക്കുന്നത് ഈജിപ്തിൽ നിന്നും ഗ്രീസിൽ നിന്നൊക്കെയാണ്. ആ മിത്തുകൾ ഇന്നും നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ പോലുള്ള പല മിത്തുകളും ഇങ്ങനെ വിദേശങ്ങളിൽ നിന്ന് വന്നതായിട്ട് നമുക്കിപ്പം അറിയാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രപരമായിട്ട് കാണാം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാം എന്നല്ലാതെ ഇത് സയൻസ് ആണെന്നോ ആ രീതിയിൽ ഇതിൻ്റെ തെളിയിക്കപ്പെടണമെന്നോ തെളിവുണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അത്രയാണ് മിത്തും സയൻസും എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.